Dear students, welcome to SS Physics classes. Cbse സിലബസിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ടേം 1 എക്സാമിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അസർഷൻ റീസൺ ടൈപ്പ്. സബ്ജക്ട് ക്ലാരിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുവാൻ സാധിക്കൂ എന്നുള്ള കാര്യം ഓരോ വിദ്യാർത്ഥി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ തിയറി നന്നായിട്ട് പഠിച്ച് ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഡിസ്കസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. Look, the displacement of a body may be zero when distance traveled by it is not zero. ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് സീറോ ആകാത്ത സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ് എന്നാണ് പറയാ. അപ്പൊ നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് കൺസിഡർ ചെയ്താൽ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ആ പൊസിഷനിലേക്ക് വരുമ്പോൾ അവന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സീറോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം ദ ഷോർട്ടസ്റ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ. പക്ഷെ ദ പാത്ത് ലെങ്ത് ട്രാവൽ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് നെവർ ബിക്കം സീറോ, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് അവിടെ സീറോ ആകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ട് നമുക്ക് പറയാം. വാട്ട് അബൌട്ട് ദ റീസൺ? The displacement is the longest distance between initial and final position, but we know it is the shortest separation between the final and the initial position. So that statement becomes false. So assertion is correct and the reason is incorrect. We can take C, the third choice, as the answer. We can move with the question number 2. The position time graph of a stationary object is a straight line parallel to time axis. അപ്പോൾ നമുക്ക് ഡ്രോ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ ഗ്രാഫ് ഈസ് പൊസിഷൻ വേഴ്സസ് ടൈം. അവിടെ പറയുന്നത് ഇറ്റ് ഈസ് പാരലൽ ടു ദ ടൈം ആക്സിസ്. റീസൺ, ഫോർ എ സ്റ്റേഷനറി ഒബ്ജെക്ട് ദ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അപ്പോ സമയം മാറുന്നതിനനുസരിച്ച് പൊസിഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ദാറ്റ് വി ക്യാൻ സേ ദ സ്റ്റേഷനറി കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് റീസണും ട്രൂ ആണ്, അസർഷനും ട്രൂ ആണ്. നമ്മുടെ ആ ഗ്രാഫിന്റെ റീസൺ ആണ് കൃത്യതയോടെ റീസൺ ആയിട്ട് നൽകിയിരിക്കുന്നത്. സോ വി ക്യാൻ ടേക്ക് ദ ഫസ്റ്റ് ചോയ്സ് ആസ് ദി ആൻസർ. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 3. ദി ആവറേജ് വെലോസിറ്റി of the object over an interval of time is either smaller or equal to the average speed of the object over the same interval. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയി വരുന്നത് കൊണ്ട് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും സെയിം ആവും. പക്ഷെ സ്വാഭാവികപരമായിട്ട് നമ്മൾ ഒരു കർവ്ഡ് പാത്തിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ കുറയുന്നത് കൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റി ഡിക്രീസസ് ആണ്. അതുകൊണ്ട് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ട്രൂ തന്നെയാണ്. ഇനി വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഷോർട്ടസ്റ്റ് പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരിക. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ആയതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എടുക്കേണ്ടി വരുമ്പോൾ അത് ഷോർട്ടസ്റ്റ് പാത്ത് ആയിട്ട് മാറുന്നത് നമ്മുടെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് റീസൺ എന്ന് പറയുന്നത് അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ വി ക്യാൻ കോട്ട് എ ആസ് ദി ആൻസർ. ലുക്ക് ദ ക്വസ്റ്റ്യൻ നമ്പർ 4. The speed of meter of an automobile measure the average speed of the automobile. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സാധാരണ വെഹിക്കിൾസിലെ സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ആവറേജ് അല്ല, ഓരോ മൊമെന്റിലെയും സ്പീഡ് ആയിരിക്കും അത് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഫോൾസ് ആയിട്ട് പരിഗണിക്കാം.
The average velocity is equal to total displacement per total time taken. So that is the true statement. Assertion എന്ന് പറയുന്നത് false ആയി incorrect ആയി മാറി, reason true ആണ്. So we can take D as the correct answer. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും കൃത്യതയോടെ വായിച്ച് അതിന്റെ ആൻസറിലേക്ക് എത്തിയിട്ട് നിങ്ങളുടെ ആൻസറും SS ഫിസിക്സ് ടിപ്സിന്റെ ആൻസറും നിങ്ങൾ കമ്പയർ ചെയ്യുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് പഠനമാക്കി മാറ്റുവാൻ ഇത് വളരെ നല്ലത്. നോക്കൂ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. The position time graph of a uniform motion in one dimension of a body can have negative slope. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർക്കേണ്ടത്, യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ അത് സ്പീഡ് കോൺസ്റ്റന്റ് ആണ് എന്നുള്ള, അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നുള്ള കൺസെപ്റ്റ് ഓർക്കുക. അപ്പോൾ ഒരൊറ്റ സ്ലോപ്പേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് രണ്ട് തരത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. പോസിറ്റീവ് സ്ലോപ്പ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം if it is moves away from the origin. പക്ഷെ അതേ സമയത്ത് ഒറിജിനിലേക്ക് വരുന്ന ഒരു കേസ് ആണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും വരിക. സോ നമ്മുടെ രണ്ടാമത്തെ കേസാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് പോസിബിൾ ആണ് ഇഫ് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ടൈം കർവ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം കർവ് ആണെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ ഫിഫ്ത്ത് വണ്ണിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആയിട്ട് പറയാം. വാട്ട് അബൌട്ട് ദ റീസൺ? When the speed of the body decreases with time, the position time graph of the moving body has negative slope. അപ്പൊ ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് സപ്പോസ് പ്രൊപ്പോർഷണൽ ആണ് എന്നിരിക്കട്ടെ. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഇവിടെ പറയുന്നത് വെലോസിറ്റി ടൈമിന് ഡിപ്പെൻഡബിൾ ആണ്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. കോൺസ്റ്റന്റ് ആണെങ്കിലേ സ്ട്രെയിറ്റ് ലൈൻ വരാൻ പറ്റൂ, അല്ലെ? ഇപ്പൊ സപ്പോസ് റിട്ടാർഡേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ടൈം പ്രൊപ്പോർഷണൽ ടു ടി. സോ എക്സ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. അപ്പൊ അവിടുത്തെ കർവ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ് വൺ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോ ഇൻസ്റ്റന്റിലും അവന്റെ സ്ലോപ്പ് ഡിക്രീസസ് ആണ്, സ്പീഡ് ഡിക്രീസസ് ആണ്. ഇതാണ് ആക്ച്വലി കർവ് പറയേണ്ടത്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫോൾസ് ആയിട്ട് നമുക്ക് പറയാം. സോ ഫോർ ദ ഫിഫ്ത്ത് വൺ വി ക്യാൻ ടേക്ക് ദാറ്റ് തേർഡ് ചോയ്സ് ആസ് ദി ആൻസർ. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 6. ലുക്ക്, SS ഫിസിക്സ് ടിപ്സ് 11ാം ക്ലാസ്സിലെയും 12th ക്ലാസ്സിലെയും അതോടൊപ്പം റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ പ്രധാനപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും അതോടൊപ്പം ക്ലാസ് 11, ക്ലാസ് 12 ബോർഡ് എക്സാമിനും വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇഫ് യു ഹാവ് എനി ഡിഫിക്കൽട്ടി ഫോർ ഫിസിക്സ്, യു കൻ കോൾ ടു ദിസ് നമ്പർ. Then we can move to the 6th question. The average and instantaneous velocities have same value in a uniform motion. So there is a uniform motion എന്ന് പറയുമ്പോൾ it covers equal displacement in equal interval of time. അതുകൊണ്ട് തന്നെ ആവറേജ് വാല്യൂവും ഇൻസ്റ്റന്റേനിയസ് വാല്യൂവും എക്സാക്ട്ലി സെയിം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സോ ട്രൂ ആണ്. ഇവിടെ പറയുന്നു ഇൻ എ യൂണിഫോം മോഷൻ ദ വെലോസിറ്റി ഓഫ് ആൻ ഓബ്ജെക്ട് ഇൻക്രീസസ് യൂണിഫോംലി. യൂണിഫോം മോഷനിലെ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. സോ ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. So we get that the third option is the correct answer. We can move with the question number 7. For one-dimensional motion, the angle between acceleration and velocity must be 0. So positive ആയിട്ടുള്ള ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ മൂവ്മെന്റ് വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിൽ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ അതേ സമയത്ത് റിട്ടാർഡഡ് ആയിട്ടുള്ള മോഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ബോഡി മൂവ്മെന്റ് മുന്നോട്ടുമായിരിക്കും. സ്പീഡ് ഗോസ് ഓൺ ഡിക്രീസിങ് ആണെങ്കിൽ അപ്പോൾ അവയുടെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയിട്ട് പറയാം. വൺ ഡയമെൻഷണൽ മോഷൻ ഈസ് ആൽവേസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ദാറ്റ് മേ ബി അത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആയതുകൊണ്ട് we have to select that D answer. Look the question number 8. A particle starting from the rest and moving with the uniform acceleration
So initial velocity എന്ന് പറയുന്നത് 0 ആയിട്ടാണ് പറഞ്ഞിരിക്കുക. Accelerated motion ആണ്. Travels a length of x and 3x in first 2 and next 2 seconds. Displacement എന്ന് പറയുന്നത് നമുക്ക് വ്യക്തതയോടെ ut plus half at square ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 സെക്കൻഡ്സിന് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. നമുക്ക് ഹാഫ് a into 2 സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ കേസില് ഇനിഷ്യലിൽ നിന്നുള്ള ട്രാവലിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ആദ്യം ഇത് x എന്നാണ് പറയാം. രണ്ടാമത്തെ 2 സെക്കൻഡ്സിൽ അത് 3x എന്നാണ് പറയാം. പക്ഷെ നമുക്ക് ഒരു കാര്യം 3x ആണോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് അതിനെ y എന്ന് നമുക്ക് കൊടുക്കാം. ഇനിഷ്യൽ വെലോസിറ്റി 0-ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x plus y ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോഴത്തേക്കും ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 2 plus 2 the whole square ആകാം. ഒന്ന് ഡിവൈഡ് ചെയ്താൽ x by x plus y എന്ന് പറയുന്നത് നമുക്ക് 2 സ്ക്വയർ 4 ഡിവിഷൻ ബൈ 4 സ്ക്വയർ ആസ് 16 ആസ് 1 by 4. സോ 4x എന്ന് പറയുന്നത് x plus y ആയിട്ട് മാറിയാൽ y എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 3x ആയിട്ട് മാറി. അപ്പോ ആ അസർഷൻ ആയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സാക്ട്ലി നമുക്ക് ട്രൂ തന്നെയാണെന്ന് പറയാം. റീസൺ the displacement is directly proportional to velocity. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആക്സിലറേഷൻ ഉള്ള ബോഡിക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് u square plus 2as എന്നാണ് നമ്മൾ പറയുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ ടു v സ്ക്വയർ ആണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫോൾസ് ആണെന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ഓപ്ഷൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 8-ന് ആൻസർ ആയിട്ടുള്ളത്. അസർഷൻ ഈസ് കറക്റ്റ് and reason is incorrect. Look the question number 9. A body is momentarily at rest when it reverses the direction. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ a body is thrown upward at the highest position. It come back, reverses its direction, but at that time we can say the velocity at the highest point എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. Reason, a body cannot have acceleration if its velocity is 0 at a given instant of time. പക്ഷേ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. പക്ഷേ ആക്സിലറേഷൻ സപ്ലൈ ചെയ്യുന്ന ഗ്രാവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അവിടെ -g എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തതയോടെ പറയാം for 9th one that reason is absolutely wrong. That assertion is true. So we can take that C as the choice for the 9th question. നല്ല കോൺസെപ്റ്റ്സുകൾ വളരെ ക്ലാരിറ്റി ആകുന്ന ക്വസ്റ്റ്യനുകളാണ്, ശ്രദ്ധിക്കുക. Number 10. A positive acceleration of a body can be associated with a slowing down of the body. Body slowing down, speed decreases ആകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫോൾസ് ആയിട്ട് പറയാം. ആക്സിലറേഷൻ ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദി ഗിവൺ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈസ് ഡി ചോയ്സ്. എ ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. 11. When brakes are applied to a moving vehicle, the distance it travels before stopping is proportional to the square of ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ വെഹിക്കിൾ. ഇപ്പൊ നമ്മുടെ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള മോഷൻ എടുക്കുമ്പോൾ v സ്ക്വയർ എന്ന് പറയുന്നത് u സ്ക്വയർ പ്ലസ് 2as എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി അവൻ ഡീസലറേഷൻ ആയതുകൊണ്ട് ആക്സിലറേഷൻ നമുക്ക് മൈനസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ 2as എന്ന് പറയുന്നത് u സ്ക്വയർ ആയിട്ട് പറയാം. So the stopping distance എന്ന് പറയുന്നത് u square division by 2a, s എന്ന് പറയുന്നത് proportional to u square ആയിട. So the stopping distance എന്ന് പറയുന്നത് proportional to square of the initial velocity. That statement is true. അതിന്റെ റീസൺ തന്നെയാണ് കൃത്യമായിട്ട് തന്നിരിക്കുക. For the 11th one we get a as the answer. So we can go with our last question for number 12. A body falling freely may do so with a constant velocity. Look, a freely falling body consider ചെയ്യുമ്പോൾ initial velocity 0 ആണെങ്കിലും
അവന്റെ പൊട്ടൻഷ്യൽ എനർജി മാറുന്നത് കൊണ്ട് വെലോസിറ്റി അവൻ ഗെയിൻ ചെയ്യുന്നു. ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് സ്പീഡ് ഗോസ് ഓൺ ഇൻക്രീസിങ് കണ്ടിന്യൂസ്ലി. വി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. സോ ഉറപ്പിച്ചു പറയാം ദാറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫാൾസ് ആണ്. The body falls freely when acceleration of a body equal to acceleration due to gravity. Exactly, അത് നമുക്ക് true statement ആയിട്ട് പറയാം. That means D is the correct answer. So dear students, ആദ്യമായിട്ടാണ് SS Physics Tips എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും. So take care. God bless you.